ഒരാളുടെ ദുരിതത്തിലും ശോചനീയമായ അവസ്ഥയിലും ചിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നലെ ഒരു വീഡിയോ കണ്ട് ചിരി നിർത്താൻ സാധിച്ചില്ല. വേറൊന്നുമല്ല, ഒരു താത്ത, ഇനി താത്ത എന്ന് വിളിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും വിചാരിക്കേണ്ട, മുസ്ലിം സഹോദരിയാണെന്ന് തോന്നുന്നു അവരുടെ വേഷവിധാനം കണ്ടിട്ട്. അവരെ നമ്മൾ ചേച്ചി, സഹോദരി എന്നൊക്കെ വിളിക്കുന്നതിന് പകരം താത്ത എന്നാണ് വിളിക്കുന്നത്. ചേച്ചി എന്നാരും വിളിക്കാറില്ല, അതുകൊണ്ടാണ് താത്ത എന്ന് വിളിച്ചത്. ആ താത്തയ്ക്ക് ശുചിമുറി പോകണം, അത്യാവശ്യമായിട്ട് കക്കൂസി പോവുകയോ മൂത്രം ഒഴിക്കുകയോ എന്തോ ചെയ്യണമെന്ന് സാരം. നമുക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണത് പറയുന്നത്? അല്ല, നിങ്ങൾ തന്നെ ഒന്ന് പറ. മനുഷ്യൻ്റെ അവസ്ഥയാണ്, ആർക്കെപ്പോഴാണ് ഇതൊക്കെ തോന്നുന്നതെന്ന് പറയാനൊക്കത്തില്ല. അതൊരു അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ വളരെ അത്യാവശ്യം തന്നെയാണ്, പെട്ടെന്ന് സാധിക്കേണ്ട കാര്യമായിരിക്കും. അവരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയത്തുള്ളൂ, അതുകൊണ്ടായിരിക്കും അവരത്രയും വയലൻ്റ് ആയത്. ആ അത്യാവശ്യക്കാരി എങ്ങനെ ചോദിച്ചതെന്നല്ലേ കാണേണ്ടത്. യാത്ര ചെയ്യുന്നത് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സിലാണ്. ആ സ്റ്റോപ്പ് ലിമിറ്റഡ് ആണ്, നമുക്കറിയാം, എല്ലായിടത്തും നിർത്തി പോകുന്ന വണ്ടിയല്ലത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് KSRTC ബസ്സുകൾ എവിടെ കൈ കാണിച്ചാലും നിർത്തും, എവിടെ ഇറക്കണമെന്ന് പറഞ്ഞാലും ഇറക്കും. അതൊക്കെ രാത്രി 8 മണിക്ക് ശേഷം വെളുപ്പിനെ 6 മണിക്കുള്ളിൽ ആ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങളിവിടെ നിർത്തില്ലേ? ഞാൻ ചോദിക്കുന്നത് നിങ്ങളിവിടെ നിർത്തില്ലേ എന്നാണ്. അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? വൈ ദ ഹെൽ ആർ യു ടേക്കിംഗ് ദ വീഡിയോ ഓഫ് മീ എന്നൊക്കെ ചോദിച്ച് നല്ല സ്റ്റൈൽ ആൻഡ് ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് നല്ല രീതിയിൽ യാത്ര ചെയ്യായിരുന്നു തോന്നുന്നു. പെട്ടെന്നല്ലേ മനുഷ്യന് ഈ കക്കൂസിൽ പോകാനൊക്കെ തോന്നുന്നത്, പെട്ടെന്നായിരിക്കും. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും നമ്മൾ ഒരാളുടെ അടുത്ത് എങ്ങനെ നമ്മുടെ ഒരു അത്യാവശ്യം അറിയിക്കുന്നു, ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, സംസാരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരാൾ നമ്മളെ തിരിച്ച് സഹായിക്കുന്നത്. ഇതേ സ്ഥാനത്ത് ആ കണ്ടക്ടറോട് എന്ന് രഹസ്യമായിട്ട് പറയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ശുചിമുറി ഉപയോഗിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്, എനിക്ക് വയറ്റിലൊക്കെ വല്ലാതെ വരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു, അടിയന്തരമായിട്ടൊന്ന് നിർത്തി തരണേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരാണ് KSRTC ജീവനക്കാർ. KSRTC ജീവനക്കാരെന്നല്ല, ഒരുവിധപ്പെട്ട മനസാക്ഷിയും മനുഷ്യനായിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, സഹകരിക്കും. അവരെത്രയോ എടുത്ത് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ചവിട്ടുന്നു വണ്ടി, അല്ലേ? ഒരു ട്രാഫിക് ബ്ലോക്ക് വരുമ്പോൾ നിർത്തേണ്ടി വരില്ലേ? അപ്പോൾ അതുപോലെ അങ്ങ് വിചാരിച്ചവർ നിർത്തി കൊടുത്തേനെ. പക്ഷെ കാണിച്ച അഹങ്കാരം ചില്ലറയൊന്നുമല്ല. ഇവർക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോകണമെങ്കിൽ അത് മറ്റുള്ളവരുടെ പുറത്തോട്ട് കുതിര കയറിയിട്ട് കാര്യമില്ല. ഒരാൾക്ക് വേണ്ടി ഒരു ദിവസം നിർത്തി കൊടുത്താൽ തോന്നുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്യാവശ്യം എന്താണെന്ന് ഇയാളുടെ അടുത്ത് നിന്ന് രഹസ്യമായിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? പറയേണ്ടതിന് ഒരു രീതിയില്ലേ? അതിന് പകരം അവിടെ ഇരുന്ന് ആ ചുറ്റിയെടുത്ത് ആ KSRTC ബസ്സിൻ്റെ സൈഡ് ഗ്ലാസ് എല്ലാം അടിച്ച് തകർത്ത് അവരിനി കാണിച്ചു കൂട്ടാൻ ബഹളമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ചിരി വന്നത് മറ്റൊരു കാര്യമാണ്. വലിയ കാര്യത്തിൽ ഞാൻ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കും. കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ ആർക്കെതിരെയും കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നൊരു ധാരണ കുറേ പെണ്ണുങ്ങൾക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണിതും. കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ ആൾക്ക് ലാസ്റ്റ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഒരു വിടവ് കിട്ടിയില്ല. KSRTC ജീവനക്കാർ തന്നെ പരാതിപ്പെട്ടു, ബസ് തല്ലി തകർത്തു, സർവീസ് മുടക്കിയെന്നൊക്കെ അവർ പറഞ്ഞ് എല്ലാത്തിൻ്റെയും കൂടെ നഷ്ടപരിഹാരമായിട്ട് രൂപ 28,000 പോയി കിട്ടി. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പോൾ ആ അത്യാവശ്യം എന്താണെന്ന് നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്ത് കയ്യിരിക്കേണ്ട പൈസയും പോയി കിട്ടി. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി തിരിച്ചൊരു ഓട്ടോ പിടിച്ച് അവിടോട്ട് പോകണമെങ്കിൽ എത്ര നേരം എടുക്കുമായിരുന്നു ഇറക്കാൻ പറഞ്ഞ സ്റ്റോപ്പിലേക്ക്? ഇതൊക്കെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കും ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ആ സ്ത്രീയുടെ മുഖം ബ്ലർ ചെയ്ത് കാണിച്ച് അവരെ കുറ്റം ഏറ്റു പറഞ്ഞ് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ അവരെ ഇട്ട് അങ്ങനെ വേട്ടയാടുന്നത് നല്ലതല്ല. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളാനുള്ള പാഠം നമ്മൾ ഉൾക്കൊള്ളണം. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. തമാശയായിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ പോലും അതിനകത്തൊരു കാര്യമുണ്ട്. നമുക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പറയും. ചിലയിടത്ത് നമ്മൾ ഇത്തിരി വിനയത്തോടൊക്കെ നിൽക്കേണ്ടടുത്ത് വിനയത്തോടെ നിന്നേ പറ്റുള്ളൂ. ഞാൻ വലിയ മറ്റവളാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഒരു അത്യാവശ്യം എമർജൻസി സമയത്ത് കടന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ജാട കാണിച്ചാൽ ആരും നമ്മളെ സഹായിക്കത്തില്ല, ആരും നമ്മളെ വകവയ്ക്കത്തില്ല. അത്രയും അഹങ്കാരം അവിടെ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സംസാരിക്കുന്ന ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തേനെ. അയ്യോ, ഒരു ശുചിമുറി പോകേണ്ട അത്യാവശ്യം, ഇത്രയും ഒരു എമർജൻസി പറഞ്ഞിട്ട് അവർ നിർത്തി കൊടുത്തില്ലേ എന്ന് ചോദിച്ച് നമ്മൾ KSRTC ജീവനക്കാരെ കുറ്റപ്പെടുത്തുള്ളായിരുന്നു. പക്ഷെ അവർ കാണിച്ച ഷോയുടെ അടിസ്ഥാനത്തിലാണ് നമുക്കിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ
ഒരാൾക്ക് വേണ്ടി മാത്രം നിയമം മാറ്റിവെക്കാൻ പറ്റില്ല. ഒരാൾക്ക് വേണ്ടി ഒരു ഇളവ് ചെയ്തു കൊടുത്താൽ പിന്നെ എല്ലാവർക്കും അത് ചെയ്തു കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്, അല്ലേ, സർക്കാരിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയും അവർക്ക് ഒരു ഇളവ് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. നമ്മളത് മനസ്സിലാക്കണം. പിന്നെ അടിയന്തരമായിട്ട് ഇങ്ങനെ ആശുപത്രി കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് നെഞ്ചുവേദനയൊക്കെ വരുന്ന സമയത്തൊക്കെ KSRTC ബസ്സുകൾ ആശുപത്രിയിലേക്ക് സ്പീഡിൽ ഓടിപ്പോയ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗർഭിണികൾ, പൂർണ്ണ ഗർഭിണികളുമായിട്ട് പോയ KSRTC ബസ്സുകളിൽ തന്നെ പ്രസവം നടന്ന കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ ജീവനക്കാരൊക്കെ പരമാവധി സഹകരിക്കുന്ന ആളുകളാണ്. ഇതിനേക്കാൾ എല്ലാം ടച്ചിങ് ആയിട്ടുള്ള മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലോ മറ്റോ ആണ് ഒരു പെൺകുട്ടി രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ഒരു സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കണ്ടക്ടർ ചോദിച്ചു, ആരുമില്ലേ കൂട്ടിക്കൊണ്ട് പോകാൻ? ഇല്ല, വീട്ടിൽ നിന്ന് അച്ഛനോ സഹോദരനോ ഉടനെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരട്ടെ, വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് ക്ഷമയോടുകൂടി KSRTC ജീവനക്കാരും ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന അത്രയും യാത്രക്കാരും കാത്തിരുന്നു. അതൊക്കെ എത്ര നന്മയുള്ള ഒരു വാർത്തയാണ്, അല്ലേ? കാരണം പിറ്റേ ദിവസം എന്തെങ്കിലും ആ പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി എന്നറിഞ്ഞാൽ, ആരെങ്കിലും ആ പെൺകുട്ടി ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ അത് നമുക്ക് കേൾക്കാൻ ശേഷിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ജീവനക്കാരൊക്കെ ഉണ്ട്, മനുഷ്യരൊക്കെ ഇപ്പോഴും ഉണ്ട്. മനുഷ്യത്വം പൂർണ്ണമായിട്ടും നശിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഭൂരിപക്ഷം ആളുകളിലും നമ്മൾ ഒരാളോട് പെരുമാറിയാൽ അവരെങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നവരാണ്. തോന്നുന്ന സ്റ്റോപ്പിലെല്ലാം നിർത്താൻ ആദ്യം ലുലുവിൽ നിർത്താൻ പറഞ്ഞു, അത് നിർത്തിയില്ല. മിംസിൽ നിർത്താൻ പറഞ്ഞു, അവിടെയും നിർത്തിയില്ല. വണ്ടി ലിമിറ്റഡ് സ്റ്റോപ്പാണ്, വണ്ടി കയറിയിരിക്കുന്ന വണ്ടി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയമാണ്, അതൊരു KSRTC ബസ്സാണ്, നമ്മുടെ കുടുംബത്തു നിന്നുള്ള വണ്ടിയൊന്നും അല്ല, നമ്മുടെ സ്വകാര്യ വാഹനമല്ല, നമ്മുടെ ഇഷ്ടത്തിന് നിർത്തി പോകാൻ. അത് അറിഞ്ഞിരിക്കണം, അങ്ങനെ ഒരു ബോധം വേണം. അത്രയും എനിക്ക് എപ്പോൾ ശുചിമുറിയിൽ പോകാൻ തോന്നുന്നു അപ്പോൾ ചവിട്ടണം, അല്ലെങ്കിൽ എനിക്കെപ്പോൾ ഞാനൊരു ഡ്രസ്സ് കണ്ടു ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്നത്, അതെനിക്ക് വാങ്ങിക്കാൻ തോന്നുമ്പോൾ വണ്ടി ചവിട്ടണം എന്നൊക്കെ നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം? സ്വകാര്യ വാഹനത്തെ ആശ്രയിക്കണം. നമ്മുടേതായിട്ടുള്ള വണ്ടിയിൽ പോകണം, അല്ലെങ്കിൽ ടാക്സി പിടിച്ച് പോകണം പൈസ മുടക്കി, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് യാത്ര ചെയ്യണം. ആ പെൺകുട്ടിയുടെ അത്യാവശ്യത്തെ മാനിക്കാതെ അല്ല സംസാരിക്കുന്നത്. ശുചിമുറിയിൽ പോവുക എന്നത് വലിയൊരു അത്യാവശ്യമാണ്, മുമ്പ് പറഞ്ഞതുപോലെ. പക്ഷേ അത് അവതരിപ്പിക്കേണ്ട രീതിയിലല്ല ആ സ്ത്രീ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. ഇപ്പോൾ ആ പെൺകുട്ടി കിടന്ന് കരയുന്നുണ്ട്, എന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുകയാണ്, വേട്ടയാടുകയാണ്, ഞാനതിന് ഫൈനും അടച്ചു, ഞാൻ കുറ്റം ഏറ്റു പറഞ്ഞു, ഇങ്ങനെ വലിയൊരു ശുചിമുറിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ വയലൻ്റ് ആയത് എന്നൊക്കെ പറയുന്നു. ആ തിരിച്ചറിവ് വളരെ ലേറ്റായിട്ടാണ് ഉണ്ടായത്. ഇപ്പം ഇങ്ങനെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. ആളുകളൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും, പല കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും വിമർശിച്ചിരിക്കുന്നത് ആ പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു കാര്യമുണ്ടാകുമ്പോൾ മനുഷ്യർ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, നമ്മളൊരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങളെ വിലയിരുത്തുക. അല്ലാതെ നമ്മുടെ അത്യാവശ്യത്തിനോ നമ്മളുടെ അവസ്ഥയ്ക്കോ ഒന്നും എല്ലാവരും പ്രാധാന്യം കൊടുക്കണം എന്നില്ല, പരിഗണന കൊടുക്കണമെന്നില്ല. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും സംയമനം പാലിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി സാവധാനത്തിൽ വിനയത്തോടുകൂടി പബ്ലിക്കിലൊക്കെ പരമാവധി പെരുമാറാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് പെരുമാറാം, ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കാം. നമ്മളെ അറിയാവുന്നവരാണ് ചുറ്റും നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം ഇന്നതാണ് എന്നവർക്ക് മനസ്സിലാകും. അതുപോലെയല്ല നമ്മളെ ഒട്ടും പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിൽ ചെന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് കരുതി അവരുടെ പുറത്തോട്ട് കയറാൻ നിന്നാൽ, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരുടെയൊക്കെ പുറത്തോട്ട് കയറാൻ നിന്നാൽ വലിയ പണി കിട്ടും നമുക്ക്. അതിന് ഒരു ഉദാഹരണമാണിത്. ഏതായാലും ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുകൂടി അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. കുറേ ആളുകൾ പറയുമായിരിക്കും അത്രയും വലിയൊരു അത്യാവശ്യമല്ലേ, ഒരു വാർത്താ അവതാരക പറയുന്നത് കേട്ടു, ഒന്ന് ചവിട്ടി കൊടുക്കാമായിരുന്നു എന്ന് ഇടയ്ക്കൂടി. പക്ഷേ ആ ചവിട്ടി കൊടുക്കാതിരുന്നത് ഈ ഒരു അഹന്തയുടെ പേരിലാണ് എന്നത് നമുക്ക് കാണാതിരിക്കാൻ നിവൃത്തിയില്ല. അഹങ്കാരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അത്യാവശ്യം ആ കണ്ടക്ടർ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചവിട്ടിയേനെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കേരളമാണ്, അവരൊക്കെ മലയാളികളാണ്, സഹോദരങ്ങളും വീട്ടിൽ പെണ്ണുങ്ങളും ഒക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ്. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒന്ന് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോകുക എന്ന് പറയുന്നത് ആ ഒരു വലിയൊരു അത്യാവശ്യം തന്നെയല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? KSRTC ജീവനക്കാരുടെ ഭാഗത്താണോ ശരി? ആ സ്ത്രീ ചെയ്തത് ശരിയാണോ? നമ്മൾ എന്തൊക്കെയാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പാലിക്കേണ്ട മര്യാദകൾ എന്നൊക്കെ നിങ്ങൾ കരുതുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതൂ. പിന്നെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പോയിന്റ് കൂടി പറയാൻ വിട്ടുപോയി. KSRTC ബസ്സിൽ കയറിയാൽ സ്വന്തം വീട്ടിലെ മുറി പോലെ അത് കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. എനിക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ കാമുകന്മാർ കാണിക്കുന്നതിനപ്പുറം ചില ഭാര്യ ഭർത്താക്കന്മാർ കയറി ഇരുന്നിട്ട് അവരുടെ റൂം പോലെ അങ്ങ് കാണും. ആ സീറ്റിൽ കിടക്കുക, എന്നിട്ട് നമ്മളെ പുറത്ത് നമുക്ക് ചവിട്ട് കൊള്ളും, സീറ്റിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാലുകൊണ്ടൊക്കെ ചവിട്ടുക, തള്ളുക, അവർ കിടന്ന് ആർമാദിക്കുക, കിടന്ന് ഒച്ചയുണ്ടാക്കുക, ബഹളം വയ്ക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക, ചിരിക്കുക,
സംസാരിക്കുക, അവരുടെ സ്വകാര്യതകൾ സംസാരിക്കുക, അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ KSRTC ബസ്സുകളിൽ പരമാവധി ഒഴിവാക്കുക. പല വികാരങ്ങളോടെ പോകുന്നവരായിരിക്കും. കാമുകിയെ കാണാൻ പോകുന്നവർ കാണും, കാമുകനെ കാണാൻ പോകുന്നവർ കാണും, മരണവീട്ടിൽ പോകുന്നവർ കാണും, ആശുപത്രിയിൽ പോകുന്നവർ കാണും, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, ജോലി ആവശ്യങ്ങൾക്ക്, ഇതിനൊക്കെ വേണ്ടി പോകുന്ന ആളുകളായിരിക്കും. പലതരം വികാരങ്ങളോടുകൂടി പോകുന്ന ആളുകളായിരിക്കും ഒരു KSRTC ബസ്സിൽ ഉണ്ടാകുക. അവരുടെയൊക്കെ മാനസികാവസ്ഥ പലതായിരിക്കും. അത് ഉൾക്കൊള്ളണമെങ്കിൽ എല്ലാവരും നിശബ്ദത പാലിക്കാൻ കൂടി ശ്രമിക്കുക. ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട്, ആർക്കും ഇല്ലാത്ത സാധനമൊന്നുമല്ല. അത് കാണിക്കാൻ വേണ്ടിയും ഉച്ചത്തിൽ കിടന്ന് സംസാരിക്കുന്നത് മോശമാണ്. പിന്നെ ചിലർ റെസ്റ്റോറൻറ്റുകളാണെന്ന് വിചാരിക്കും, ചിലർ സിനിമാ തിയേറ്റർ ആണെന്ന് വിചാരിക്കും. ആ ഒരു രീതിയിലൊക്കെയാണ് പൊതുഗതാഗതത്തെ കാണുന്നത്. ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ കുറേ വേസ്റ്റുകൾ അവിടെ ഇടുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഒരാൾ ഒറ്റയ്ക്കിരിക്കുന്ന സീറ്റിൽ 3 പേർക്ക് ഇരിക്കാനുള്ളതാണെങ്കിൽ 2 പേര് അല്ലെങ്കിൽ 3 പേരും കൂടെ വന്ന് തിരികെ കയറി ഇരുന്നിട്ട് ഇവർ തമ്മിലങ്ങ് പിന്നങ്ങോട്ട് ഭയങ്കര സംസാര ബഹളം തുടങ്ങിയിട്ട് ആ മിണ്ടാതിരിക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇറങ്ങുന്നത് വരെ പിന്നെ എങ്ങനെ ഒന്ന് ഇറങ്ങാം ഇതിൽ നിന്ന് എന്നുള്ള ചിന്തയായിരിക്കും. അപ്പോൾ മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോ.